സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കല്ല മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദമേ നീ എവിടെയാണ്? വി ഡി സതീശൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്. വി ഡി സതീശൻ്റെ 30-ലധികം ക്രൈസ്തവ പ്രസംഗങ്ങൾ, പല വേദിയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ ഒന്നിച്ച് ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ ഒരു പുസ്തകം. അത് പുറത്തിറക്കി DC ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പബ്ലിഷ് ചെയ്ത സമയം മെയ് മാസം 6-ാം തീയതി. എന്താ പ്രത്യേകത എന്നല്ലേ, തകൃതിയായിട്ട് കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിലും കേരളത്തിലുമൊക്കെ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ആ സമയത്താണ് ഈ പുസ്തകം പുറത്തു വന്നത്. പ്രത്യേകിച്ചും ക്രൈസ്തവ ആശയങ്ങളുള്ള പുസ്തകം, ക്രിസ്തു ബൈബിൾ തന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനൊരു സമയത്ത് പുറത്തു വന്നത് അത് വളരെയധികം രസാവഹമാകുന്ന കാര്യമാണ്. കാരണം സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അവരേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യാറില്ല. എന്നാൽ വി ഡി സതീശൻ അതിലൊക്കെ വ്യത്യസ്തമാകുന്ന ഒരു ചുവട് വെച്ചു. ഇടയ്ക്ക് താൻ പറഞ്ഞിരുന്നു 100-ലധികം സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോയാലും അദ്ദേഹം ഒരുപക്ഷെ ഇതുപോലുള്ള കുറേ പുസ്തകങ്ങൾ കൂടെ എഴുതുവാൻ സമയം വിനിയോഗിക്കുമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും വി ഡി സതീശനെ ന്യൂനപക്ഷങ്ങളുടെ ആളാണെന്നും അല്ലായെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ തീവ്ര ഇസ്ലാം ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കുമെന്നും ഒക്കെ ഇവിടെ ചില ഈ കുങ്കുമ ആശയങ്ങളുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വി ഡി സതീശനെ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലേബൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ പറഞ്ഞതുപോലെ ആദമേ നീ എവിടെ എന്ന് പറയുന്ന ആ പുസ്തകം പുറത്തു വന്നിരിക്കുന്നത്. ഈ ആദമേ നീ എവിടെ എന്ന ആ ഒരു ചോദ്യം വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ആദ്യമായിട്ട് കൺവെൻഷന് പ്രസംഗിച്ച ആദ്യത്തെ എൻ്റെ മെസ്സേജും ഇത് തന്നെയായിരുന്നു. ഇത് വി ഡി സതീശൻ ചെയ്ത ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ടൈറ്റിൽ. അതായത് മനുഷ്യവർഗത്തെ തേടിയുള്ള ദൈവത്തിൻ്റെ അന്വേഷണം, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുകയല്ല, ദൈവം മനുഷ്യനെ തേടി ഇറങ്ങി വരുന്നു എന്ന ഒരു സന്ദേശമാണ് ഈ വാചകത്തിലുള്ളത്, ഈ ടൈറ്റിലിലുള്ളത്. ഞാൻ എൻ്റെ ആ പഴയ പ്രസംഗം ഓർത്തു പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ ചെയ്ത കൺവെൻഷൻ പ്രസംഗം, എൻ്റെ ഒന്നാമത്തെ പ്രസംഗം. 3 ദിവസങ്ങളിലായിരുന്നു ആ ഒരു കൺവെൻഷനിലെ മെസ്സേജ് ഉള്ളത്. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ ഒരു ചോദ്യത്തെ, മനുഷ്യ നീ എവിടെ എന്ന് ദൈവം ഇറങ്ങി വന്ന് ഏദനിൽ ഓടി ഒളിച്ച മനുഷ്യനെ വിളിക്കുന്ന ആ ഒരു ചോദ്യത്തെ അധികരിച്ച് 3 ദിവസങ്ങളിൽ 3 മെസ്സേജുകൾ ഞാൻ ചെയ്തു. വേദപുസ്തകത്തിലെ ആദ്യത്തെ ഒരു ചോദ്യമാണെന്ന് പറയാം, മനുഷ്യ നീ എവിടെ. ഇന്നും അതേ ചോദ്യം ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ ഇടയിൽ അത് ഇങ്ങനെ പ്രതിബിംബിച്ചു കൊണ്ടിരിക്കുകയാണ്, എക്കോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ നീ എവിടെയാണ് എന്ന് ചോദിച്ച് മനുഷ്യനെ തേടിയെത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, അന്ന് ഞാൻ ചെയ്ത ആ ഒരു പ്രസംഗത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ. വേദപുസ്തകത്തിലെ 3 ചോദ്യങ്ങൾ, അതിൽ 2 ചോദ്യങ്ങൾ മനുഷ്യവർഗത്തോട് നേരിട്ടുള്ള ചോദ്യങ്ങളാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ 2 ചോദ്യങ്ങൾ മനുഷ്യ നീ എവിടെ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം നിൻ്റെ സഹോദരൻ എവിടെയെന്ന ചോദ്യമായിരുന്നു. അതായത് നമുക്കറിയാം, കയ്യനോട് ചോദിക്കുന്ന ചോദ്യം, എവിടെയാണ് നിൻ്റെ സഹോദരൻ. ഈ 2 ചോദ്യങ്ങൾ ഇന്നും നമ്മോട് സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യ നീ എവിടെ? നിന്നെ ആക്കിയെടുത്ത്, നിന്നെ ഏൽപ്പിച്ചെടുത്ത്, തോട്ടം കാക്കാനുള്ള ഒരു ജോലി തന്ന് നിന്നെ ഏൽപ്പിച്ച പൊസിഷനിൽ നീ ഇന്നും നിൽക്കുന്നുവോ എന്ന ഒന്നാമത്തെ ചോദ്യം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നാം നിലനിൽക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യം. ഈ ചോദ്യം ഇന്നും നമ്മോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, കയ്യനോടുള്ള ചോദ്യം, നിൻ്റെ സഹോദരൻ എവിടെ? കയ്യൻ്റെ മറുപടി, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന ഒരു മറുചോദ്യമായിരുന്നു. സഹോദരവർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഉത്തരവാദിത്വം
ഒരു വലിയ കർത്തവ്യബോധം നമുക്കുണ്ടെന്ന് ഇന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ മൂന്നാമത്തെ ദിവസം അന്ന് കൺവെൻഷന് പറഞ്ഞ മെസ്സേജ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ള മറ്റൊരു ചോദ്യമായിരുന്നു, കാവൽക്കാര രാത്രി എന്തായി? കാരണം സാധാരണഗതിയിൽ പഴയ പെന്തക്കോസ്ത് കൺവെൻഷനുകളിലൊക്കെ അവസാനത്തെ ദിവസം കർത്താവിൻ്റെ മടങ്ങിവരവാണ് പ്രസംഗിക്കേണ്ടത്. 3 ദിവസം മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ പ്രസംഗിക്കുന്നത് വിശദീകരണം, രണ്ടാമത്തെ ദിവസം നീതീകരണം, മൂന്നാമത്തെ ദിവസം തേജസ്കരണം. ഇങ്ങനെയൊക്കെയായിരുന്നു പഴയ പെന്തക്കോസ്ത് പതിവ്. അന്ന് ഞാൻ ആ പതിവ് വെച്ചുകൊണ്ട് വിശുദ്ധീകരണത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും 3 പ്രസംഗങ്ങൾ 3 ചോദ്യങ്ങളിൽ നിന്ന് ചെയ്തു. വി ഡി സതീശൻ്റെ പുസ്തകം പുറത്തു വന്നപ്പോൾ, ആദമേ നീ എവിടെ എന്ന ചോദ്യത്തോടുകൂടെ ആ പുസ്തകം പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ആ പഴയ പ്രസംഗവും അതിലെ ചില ആശയങ്ങളും ഓർമ്മ വന്നു. അതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്ന് മനസ്സിലൊരു ചിന്തയുണ്ടായി. ഈ ചോദ്യങ്ങൾ നമ്മളോട് ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആദമേ നീ എവിടെ? വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്ന് ഒന്നും ഇതുവരെയും തീരുമാനിക്കാത്ത ഒരു സമയത്താണ് ഞാൻ ഈ പാഠഭേദം ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, വി ഡി സതീശൻ ഇനി മുഖ്യമന്ത്രിയായാലും ഇല്ലെങ്കിലും അദ്ദേഹം പിന്നെയും ബൈബിൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യ നീ എവിടെ എന്ന ചോദ്യം, ആദമേ നീ എവിടെ എന്ന ചോദ്യം, അതിൻ്റെ പ്രസക്തി വി ഡി സതീശനും പൂർണ്ണമായും മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭേദയോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.